കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥ ലൈംഗിക അതിക്രമം നേരിട്ട സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു. ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തുമെന്നാണ് പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ഈ സംഭവം എപ്പോഴാണ് നടക്കുന്നത്? ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? എന്ത് തരം നടപടിയിലേക്കാണ് നീങ്ങുന്നത്? ഈ മാസം 18-ാം തീയതിയും 22-ാം തീയതിയുമാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടക്കുന്നതായി യുവതി അക്കാദമി ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. 18-ന് ജോലി സമയം കഴിഞ്ഞ് യുവതി ഓഫീസിൽ നിന്നും പോയിരുന്നു. ഈ സമയത്ത് CO റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഈ യുവതിയെ വീണ്ടും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയതെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. ഈ യുവതി അവിടെ നിന്നും ഈ ഉദ്യോഗസ്ഥന്റെ പിടിയിൽ നിന്നും ഒഴിഞ്ഞു മാറി ഓഫീസിലേക്ക് പോയി. അത് തിരികെ വീട്ടിലേക്ക് എത്തി. വീണ്ടും 22-നും സമാന രീതിയിലുള്ള സംഭവം ഈ ഉദ്യോഗസ്ഥൻ യുവതിയോട് ആവർത്തിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതിയാണ് പോലീസ് അക്കാദമി ഡയറക്ടർക്ക് യുവതി കൈമാറിയത്. ഈ പരാതിയിന്മേൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം, തന്നെ ഈ ജോലി സ്ഥലത്ത് നിന്നും മാറ്റണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യുവതി പറയുന്നത്. ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ ഇന്റേണൽ കമ്മിറ്റിക്ക് ഈ പരാതി കൈമാറുകയും ഇന്റേണൽ ആയിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. ഈ അന്വേഷണത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്താൻ അക്കാദമി ഡയറക്ടർ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കും. ഈ പരാതി നേരെ പോലീസിന് കൈമാറും. വിയൂർ പോലീസാണ് സ്വാഭാവികമായും ഈ പരാതി അന്വേഷിക്കുക, FIR ഇടുന്ന തുടർ നടപടികൾക്കെല്ലാം കടക്കേണ്ടത്. ഈ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുന്ന മുറയ്ക്ക് ഈ പരാതി വിയൂർ പോലീസിന് കൈമാറാനാണ് ഇപ്പോൾ എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയതായാണ് ഇപ്പോൾ അക്കാദമി ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത്. പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥ ലൈംഗിക അതിക്രമം നേരിട്ട സംഭവത്തിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് നീങ്ങുന്നത്. ഉടൻ അന്വേഷണ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്.